ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയാണ് പഠിക്കാൻ പോകുന്നത്. എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് വെച്ചാൽ എന്താ? ഇന്ത്യയുടെ സാമ്പത്തിക പരിസ്ഥിതി. ഇന്ത്യയുടെ സാമ്പത്തിക പരിസ്ഥിതി എങ്ങനെയായിരുന്നു? 1991 വരെ ആ സമയത്തൊക്കെ ഇന്ത്യയുടെ സാമ്പത്തിക പരിസ്ഥിതി മോശമായിരുന്നു. എന്ന് വെച്ചാൽ 1991 വരെ ഇന്ത്യയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് പബ്ലിക് സെക്ടറിന് മാത്രമാണ്. പ്രൈവറ്റ് സെക്ടറിനെ കൺട്രോൾ ചെയ്തിരുന്ന പോളിസീസ് ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പബ്ലിക് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും പ്രൈവറ്റ് സെക്ടറിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന പോളിസീസ് ആയിരുന്നു ഇന്ത്യയിൽ 1991 വരെ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഇന്ത്യയിലെ സാമ്പത്തിക അവസ്ഥ മോശമായിരുന്നു. നമ്മളിപ്പോൾ പഠിച്ചു 1991 ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ മോശമായിരുന്നു. അപ്പം ആ സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് ഇന്ത്യയെ റീഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു ഇൻഡസ്ട്രിയൽ പോളിസി അഥവാ വ്യാവസായിക നയം കൊണ്ടുവന്നു. അത് ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നത്. ആ വ്യാവസായിക നയത്തിൻ്റെ പേരാണ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 അഥവാ പുത്തൻ വ്യാവസായിക നയം. 1991 കൊണ്ടുവന്ന പുത്തൻ വ്യാവസായിക നയം. ഈ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, ആ പുത്തൻ വ്യാവസായിക നയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസിയിലെ ഫസ്റ്റ് പോയിൻ്റാണ് ഡീ ലൈസൻസിങ്. ഡീ ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലൈസൻസിങ് നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈസൻസ് എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഡീ ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലൈസൻസ് വേണ്ടാന്നാക്കി. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രീസിനും ലൈസൻസ് വേണ്ടാന്നാക്കി കാണുമോ? നമുക്ക് നോക്കാം അല്ലേ. 6 ഇൻഡസ്ട്രീസ്, 6 ഇൻഡസ്ട്രീസിന് മാത്രം നിർബന്ധമായിട്ടും ലൈസൻസ് വേണം എന്നാക്കി. ബാക്കി ഇൻഡസ്ട്രീസിനൊക്കെ ലൈസൻസ് നിർബന്ധമല്ലാതാക്കി. അപ്പം 1991 മുൻപ് ബിസിനസ് തുടങ്ങണമെങ്കിൽ ലൈസൻസും ഉണ്ടായിരുന്നു, ലൈസൻസ് വേണമായിരുന്നു, പിന്നെയും കുറേ പ്രൊസീജിയേഴ്സും ഉണ്ടായിരുന്നു ബിസിനസ് തുടങ്ങാൻ. അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ ബിസിനസ്സിൽ നിന്ന് മാറി നിന്നു. കാരണം ബിസിനസ് തുടങ്ങാൻ കുറേ ലൈസൻസും ഫോർമാലിറ്റീസും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും മടിച്ചു നിന്നിരുന്നു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിന്ന്. അപ്പം ഈ 1991 ഈ ഡീ ലൈസൻസിങ് വന്നു. എല്ലാ ബിസിനസ് തുടങ്ങണമെങ്കിലും ലൈസൻസ് കമ്പൽസറി അല്ല. 6 രീതിയിലുള്ള ബിസിനസ് തുടങ്ങാൻ മാത്രമേ ലൈസൻസ് കമ്പൽസറി ഉള്ളൂ. ഇത് ഏതൊക്കെ 6 രീതിയിലുള്ള ബിസിനസ് എന്ന് നമുക്ക് നോക്കാം. ഹസാഡിയസ് കെമിക്കൽസ്, ആൽക്കഹോള്, സിഗരറ്റ്, ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ്, ഡിഫൻസ് പ്രോഡക്ട്സ്, ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ഈ 6 മേഖലയിലുള്ള ബിസിനസ് തുടങ്ങാൻ മാത്രമേ ലൈസൻസ് കമ്പൽസറി ആയിട്ട് ഉള്ളായിരുന്നു. ബാക്കി മേഖലയിലൊക്കെ ബിസിനസ് തുടങ്ങാൻ ലൈസൻസ് കമ്പൽസറി അല്ലാതാക്കി. അപ്പം റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് ടു 6 വിച്ച് റിക്വയർ കമ്പൽസറി ലൈസൻസിങ്. കമ്പൽസറി ആയിട്ട് ലൈസൻസ് വേണ്ട ഇൻഡസ്ട്രീസ് 6 എണ്ണമാക്കി ചുരുക്കി. സെക്കൻഡ് ഫീച്ചറാണ് ഡീ റിസർവേഷൻ. റിസർവേഷൻ നമുക്കെല്ലാം അറിയാം അല്ലേ? സംവരണം എന്ന് വെച്ചാൽ റിസർവ് ചെയ്ത് വയ്ക്കുക, സംവരണം. ഡീ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സംവരണം ഇല്ലാതാക്കി. ആരുടെ സംവരണമായിരിക്കും ഇല്ലാതാക്കിയത്? പബ്ലിക് സെക്ടറിൻ്റെ. അപ്പം പബ്ലിക് സെക്ടറിന് വേണ്ടിയിട്ട് മാത്രം സംവരണം ചെയ്തിരിക്കുന്ന വ്യവസായ മേഖലയിൽ സ്വകാര്യ മേഖലയിലുള്ള ആൾക്കാർക്കൂടെ അവസരം നൽകി. എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിന് മാത്രം റിസർവ് ചെയ്തിരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ പ്രൈവറ്റ് സെക്ടർ പാർട്ടീസിനൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു. അതാണ് ഡീ റിസർവേഷൻ എന്ന് പറയുന്നത്. ഡീ റിസർവ്ഡ് മെനി ഇൻഡസ്ട്രീസ് വിച്ച് വെയർ ഏർലിയർ റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിന് വേണ്ടിയിട്ട് മാത്രം റിസർവ് ചെയ്തിരുന്ന ഇൻഡസ്ട്രീസ് ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു അവസരം കൊടുത്തു. ഡീ റിസർവേഷൻ ഒരു എക്സാമ്പിളാണ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്. പണ്ട് ആകെ ഒറ്റൊരു പബ്ലിക് സെക്ടർ കമ്പനി മാത്രമേ ലൈഫ് ഇൻഷുറൻസിലുണ്ടായിരുന്നുള്ളൂ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒറ്റയൊരു കമ്പനി ഉള്ളായിരുന്നു ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൽ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒത്തിരി പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ചെയ്യുന്നത്. അത് ഡീ റിസർവ് ചെയ്യുകയാണ് ചെയ്തത്. പബ്ലിക് സെക്ടറിന് മാത്രം ബിസിനസ് നടത്താൻ പറ്റുന്നൊരു മേഖലയായിരുന്നു ലൈഫ് ഇൻഷുറൻസ്. ഇപ്പം പ്രൈവറ്റ് പാർട്ടീസിനും ആ മേഖല ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ പ്രൈവറ്റ് പാർട്ടീസിനും അവിടെ ബിസിനസ് നടത്താം. അങ്ങനെയുള്ളതിന് എക്സാമ്പിളാണ് ടെലിഫോൺ ഇൻഡസ്ട്രീസ്, ഭാരത് പെട്രോളിയം ഒക്കെ ഡീ റിസർവേഷൻ ഒരു എക്സാമ്പിളാണ്. തേർഡ് ഫീച്ചറാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൻ്റെ ഓണർഷിപ്പും കൺട്രോളും മാനേജ്മെൻറ്റും ഷെയർസും അസറ്റ്സും
അങ്ങനെയുള്ളതൊക്കെ പ്രൈവറ്റ് സെക്ടർ പാർട്ടീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള സർക്കാർ പങ്കാളിത്ത ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അഥവാ ഷെയർസൊക്കെ പ്രൈവറ്റ് പാർട്ടീസിലേക്ക് കൊടുക്കുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം പാസിംഗ് ഓഫ് ഓണർഷിപ്പ്, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ടു പ്രൈവറ്റ് സെക്ടർ. പബ്ലിക് സെക്ടറിൻ്റെ കൺട്രോളും ഓണർഷിപ്പും മാനേജ്മെൻറ്റും ഒക്കെ പ്രൈവറ്റ് സെക്ടറിലേക്ക് കൊടുക്കുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഷെയർസ് വിറ്റഴിച്ചത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഷെയർസ് വിറ്റഴിച്ചത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു നല്ല ഉദാഹരണമാണ്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിന് മറ്റൊരു ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ കമ്പനി ഇലക്ട്രിക് ജനറേറ്ററും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയായിരുന്നു. അപ്പോൾ കമ്പനിയുടെ കയ്യിൽ 2 രീതിയിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് കൺസ്യൂമർ ജനറേറ്റേഴ്സും ഒന്ന് ഇൻഡസ്ട്രിയൽ ജനറേറ്റേഴ്സും. അപ്പോൾ കമ്പനിയിൽ 2 പ്രൊഡക്റ്റും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കമ്പനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കമ്പനി എന്ത് ചെയ്തു? കൺസ്യൂമർ ജനറേറ്റേഴ്സിൻ്റെ പോർഷൻ വിറ്റഴിക്കുകയും അതിൽ നിന്ന് കിട്ടിയ പൈസ ഉപയോഗിച്ച് ഇൻഡസ്ട്രിയൽ ജനറേറ്റേഴ്സിൻ്റെ പോർഷൻ എക്സ്പാൻഡ് ചെയ്യുകയും അത് മാനുഫാക്ചർ ചെയ്ത് നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സിഡറി യൂണിറ്റ് അഥവാ അസറ്റ് അഥവാ മിഷനറി അഥവാ ഓണർഷിപ്പൊക്കെ പബ്ലിക് സെക്ടർ കമ്പനിയുടെ കയ്യിലുള്ള ഓണർഷിപ്പ്, അസറ്റ്, ബിസിനസ്സൊക്കെ പ്രൈവറ്റ് സെക്ടർ പാർട്ടീസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിനാണ്, അത് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. അപ്പം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പാസിംഗ് ഓഫ് ഓണർഷിപ്പ്, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ടു പ്രൈവറ്റ് സെക്ടർ. 4th ഫീച്ചറാണ് ലിബറലൈസ്ഡ് ഫോറിൻ ക്യാപിറ്റൽ പോളിസി. വിദേശ നിക്ഷേപ നയം ഉദാരവൽക്കരിച്ചു. എന്ന് വെച്ചാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനും NRIസിനുമൊക്കെ ഇന്ത്യൻ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം നൽകി. അപ്പോൾ പണ്ടൊക്കെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനും NRIസിനും ഒക്കെ ഇന്ത്യൻ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം നൽകിയിരുന്നില്ല. അപ്പം 1991 ഇൻഡസ്ട്രിയൽ പോളിസി വന്നത് മൂലം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനും NRIസിനും ഒക്കെ ഇന്ത്യൻ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരവസരം നൽകി. 5th പോയിന്റ്, ഗ്രാൻറ്റഡ് പെർമിഷൻ ഫോർ ടെക്നോളജി എഗ്രിമെൻറ്റ് വിത്ത് ഫോറിൻ കമ്പനീസ്. ഇന്ത്യൻ കമ്പനീസിന് ഫോറിൻ കമ്പനീസുമായിട്ട് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനുള്ള എഗ്രിമെൻറ്റ്സിൽ ഏർപ്പെടാനുള്ള അനുവാദം നൽകി. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ഓട്ടോമാറ്റിക് പെർമിഷൻ വാസ് ഗിവൺ ടു ഇന്ത്യൻ കമ്പനീസ് ഫോർ സൈനിങ് ടെക്നോളജി എഗ്രിമെൻറ്റ്സ് വിത്ത് ഫോറിൻ കമ്പനീസ്. ഫോറിൻ കമ്പനീസുമായിട്ട് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനുള്ള എഗ്രിമെൻറ്റ്സിൽ ഏർപ്പെടുവാനുള്ള അനുവാദം ഇന്ത്യൻ കമ്പനീസിന് നൽകി. 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഒരു ഫീച്ചറാണ് അത്. 6th പോയിന്റ്, സെറ്റിംഗ് അപ്പ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് FIPB. എന്തിനായിരിക്കും ഇങ്ങനെ ഒരു ബോർഡ് രൂപീകരിച്ചത്? എന്തിനായിരിക്കും? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനൊരു ബോർഡ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം ഫോറിൻ കമ്പനീസും ഫോറിൻ ഇൻഡിവിജ്വൽസും ഒക്കെ ഇന്ത്യയിൽ വന്ന് നിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ ഈസിയാക്കി. ഈ 1991 വന്ന ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി മൂലം വിദേശ നിക്ഷേപങ്ങൾ ഈസിയായിട്ട് ഉദാരവൽക്കരിച്ചു വിദേശ നിക്ഷേപങ്ങൾ. അപ്പം അങ്ങനെ ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ബോർഡിൻ്റെ പേരാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്. അപ്പം 6th പോയിന്റ്, സെറ്റിംഗ് അപ്പ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് ടു പ്രൊമോട്ട് ആൻഡ് ബ്രിങ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഒരു പോയിന്റ് കൂടിയുണ്ട്, 7th പോയിന്റാണ് സെറ്റിംഗ് അപ്പ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ബെനിഫിറ്റ്സും ഹെൽപ്പും ഒക്കെ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 ഓഫർ ചെയ്തിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തത് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഫീച്ചേഴ്സാണ്: ഡീ ലൈസൻസിങ്, ഡീ റിസർവേഷൻ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ലിബറലൈസേഷൻ ഓഫ് ഫോറിൻ പോളിസി, ലിബറലൈസേഷൻ ഇൻ ടെക്നിക്കൽ ഏരിയ, സെറ്റിംഗ് അപ്പ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്, സെറ്റിംഗ് അപ്പ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇതൊക്കെയാണ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഫീച്ചേഴ്സ്. അപ്പം ഈ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി വന്നത് മൂലം നമ്മളുടെ എക്കണോമിക് എൻവയോൺമെൻറ്റ് തന്നെ മെച്ചപ്പെടുകയാണ് ചെയ്തത്. അപ്പം ഈ ടോപ്പിക്കിൽ നമുക്ക് 2 മാർക്കിലൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കാണ്. ലിസ്റ്റ് ഔട്ട് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിന്നോ പുത്തൻ വ്യാവസായിക നയത്തിൻ്റെ
സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ 2 മാർക്കിന് ചോദ്യമൊക്കെ ഈ പോർഷനിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും പഠിക്കുക. താങ്ക് യു.